നമസ്കാരം. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികൾക്കായി അനുവദിച്ച കോടിക്കണക്കിന് രൂപയുടെ വിനിയോഗത്തിൽ ഗുരുതര ക്രമക്കേടുകൾ കണ്ടെത്തിയെന്ന ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. ഈ റിപ്പോർട്ട് പുറത്തു വന്നതോടെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ പുതിയ വിവാദം കത്തുകയാണ്. ജനങ്ങളുടെ നികുതി പണവും ക്ഷേമ പദ്ധതികൾക്കായി അനുവദിച്ച പൊതുഫണ്ടും വേണ്ട രീതിയിൽ വിനിയോഗിച്ചില്ല എന്ന കണ്ടെത്തലുകൾ ഉയരുമ്പോൾ മുൻ മേയർ ആര്യ രാജേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള കോർപ്പറേഷൻ ഭരണവും അതിന് രാഷ്ട്രീയ പിന്തുണ നൽകിയ ഇടതുമുന്നണി സർക്കാരും കടുത്ത വിമർശനത്തിനിരയാവുകയാണ്. ദാരിദ്ര്യം ഇല്ലാതാക്കുമെന്ന വാഗ്ദാനവുമായി അധികാരത്തിലെത്തിയവർ ദരിദ്രർക്കായി നീക്കിവെച്ച പദ്ധതികളുടെ നടത്തിപ്പിൽ പോലും സുതാര്യത ഉറപ്പാക്കാൻ കഴിഞ്ഞില്ലേ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ഓഡിറ്റ് റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ വെറും ഭരണപരമായ വീഴ്ചകളായി മാത്രം തള്ളിക്കളയാനാവുമോ, അതോ പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഉത്തരവാദിത്വക്കുറവിന്റെ തെളിവാണോ എന്ന ചർച്ചയും ശക്തമാവുകയാണ്. ജനക്ഷേമ പദ്ധതികളുടെ പേരിൽ കോടികൾ ചെലവഴിക്കുമ്പോൾ അതിന്റെ ഫലപ്രാപ്തിയും കണക്കെടുപ്പും ഉറപ്പാക്കേണ്ടത് ഭരണകൂടത്തിന്റെ അടിസ്ഥാന ഉത്തരവാദിത്തമാണ്. എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ അതിന് വിരുദ്ധമായ ചിത്രമാണ് വരച്ചുകാട്ടുന്നത്. വികസനത്തിന്റെയും ക്ഷേമത്തിന്റെയും രാഷ്ട്രീയം ഉയർത്തിക്കാട്ടുന്ന ഇടത് ഭരണകൂടത്തിന് മുന്നിൽ ഈ റിപ്പോർട്ട് ഗൗരവമേറിയ രാഷ്ട്രീയവും ധാർമ്മികവുമായ ചോദ്യങ്ങളാണ് ഉയർത്തുന്നത്. മുൻ ഇടത് സർക്കാർ അഭിമാന പദ്ധതിയായി ഏറ്റെടുത്ത അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയുടെ കോർപ്പറേഷൻ തല നടത്തിപ്പിൽ വൻ അപാകതകൾ സ്ഥിരീകരിച്ചാണ് ലോക്കൽ ഫണ്ട് ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തു വന്നത്. ഫോർ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഭക്ഷ്യവസ്തുക്കൾ ശേഖരിച്ചെങ്കിലും സ്റ്റോക്കിൽ രേഖപ്പെടുത്താതെ വിതരണം ചെയ്തതിനാൽ യഥാർത്ഥ ഗുണഭോക്താക്കൾക്ക് തന്നെയാണ് ഭക്ഷ്യവസ്തുക്കൾ എത്തിച്ചതെന്ന് ഉറപ്പിക്കാൻ കഴിഞ്ഞില്ല എന്ന് റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നുണ്ട്. 2024 സെപ്റ്റംബർ മുതൽ ഓണാവധിയായതിനാൽ ഭക്ഷ്യസാധനങ്ങൾ കൃത്യസമയത്ത് ഓർഡർ നൽകുന്നതിനും വിതരണം ചെയ്യുന്നതിനും ബുദ്ധിമുട്ടുണ്ടായെന്ന വിശദീകരണമാണ് ഓഡിറ്റ് അന്വേഷണത്തിൽ കോർപ്പറേഷൻ മറുപടി നൽകിയതെന്നും റിപ്പോർട്ടിലുണ്ട്. ഭക്ഷ്യസാധനങ്ങൾ വിതരണം ചെയ്യുന്നതിന് 2024-2025 സാമ്പത്തിക വർഷം കുടുംബശ്രീ CDS മെമ്പർ സെക്രട്ടറിമാർക്ക് 52.98 ലക്ഷം രൂപയാണ് നൽകിയത്. കോർപ്പറേഷനിലും അനുബന്ധ സ്ഥാപനങ്ങളിലും സർക്കാർ മാനദണ്ഡങ്ങൾ ലംഘിച്ച് കരാർ നിയമനങ്ങൾ നടത്തിയതായും താൽക്കാലിക സെക്യൂരിറ്റി ജീവനക്കാർക്ക് പരമാവധിയിലും അധികം തുക വേതനമായി നൽകിയതായും ഓഡിറ്റ് വിഭാഗം കണ്ടെത്തി. കരാർ നിയമനങ്ങൾ സർക്കാരിന്റെ മുൻകൂർ അനുമതിയോടെ നടത്താവൂ എന്ന നിബന്ധന പാലിച്ചില്ല എന്നാണ് മറ്റൊരു കണ്ടെത്തൽ. കോർപ്പറേഷന്റെ ആരോഗ്യ സ്ഥാപനങ്ങളിൽ 118 പേർക്ക് നിയമനം നൽകിയതിൽ 56 പേരെ നിയമിച്ചിരിക്കുന്നത് സർക്കാർ അനുമതി ഇല്ലാതെയാണ് എന്നും റിപ്പോർട്ടിലുണ്ട്. പ്രൈമറി ഹെൽത്ത് സെന്റർ മുതലുള്ള ആരോഗ്യ സ്ഥാപനങ്ങളിൽ 295 ജീവനക്കാരെ നിയമിക്കുന്നതിന് പാർട്ടിക്കാരുടെ പട്ടിക തേടി CPM ജില്ലാ സെക്രട്ടറിക്ക് മേയർ നൽകിയ കത്ത് ഏറെ വിവാദമുണ്ടാക്കിയെങ്കിലും അതിനുശേഷവും അനധികൃത നിയമനങ്ങൾ നടത്തിയെന്ന് തെളിയിക്കുന്നതാണ് റിപ്പോർട്ടിലെ ഈ പരാമർശം. ലൈഫ് PMAY പദ്ധതി നടപ്പിലാക്കിയ 2017 മുതൽ വ്യക്തിഗത ഭവന നിർമ്മാണത്തിന് 11,562 ഗുണഭോക്താക്കൾ കോർപ്പറേഷനുമായി കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിലും 3,417 പേർ ഇതുവരെ വീട് നിർമ്മാണം പൂർത്തിയാക്കിയിട്ടില്ല എന്ന് കണ്ടെത്തി. 1070 ഗുണഭോക്താക്കൾ ഒന്നാം ഗഡുവും 672 പേർ രണ്ടാം ഗഡുവും 1270 പേർ മൂന്നാം ഗഡുവും പണം കൈപ്പറ്റിയെങ്കിലും വീട് നിർമ്മിച്ചില്ല. കരാറിൽ ഏർപ്പെട്ട തീയതി മുതൽ 12 മാസത്തിനകം വീട് നിർമ്മാണം പൂർത്തിയാക്കിയില്ല എങ്കിൽ കൈപ്പറ്റിയ തുക തിരിച്ചു പിടിക്കണമെന്നാണ് നിർദ്ദേശമെങ്കിലും കോർപ്പറേഷൻ തുടർ നടപടി സ്വീകരിച്ചില്ല എന്നും റിപ്പോർട്ട് ആരോപിക്കുന്നു. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നിർവഹണ ഉദ്യോഗസ്ഥനായ വിവിധ പ്രവൃത്തികൾക്കായി മണ്ണ് നീക്കിയെങ്കിലും കുഴിച്ചെടുത്ത മണ്ണിന്റെ അളവ് എംബുക്കിൽ രേഖപ്പെടുത്താത്ത ക്രമക്കേടും കണ്ടെത്തി. ചെങ്കോട്ടുകോണം കമ്മ്യൂണിറ്റി ഹാൾ നിർമ്മാണത്തിനായി 1223.84 MQ മണ്ണാണ് നീക്കം ചെയ്തത്. ഇതിൽ 1063.84 MQ മണ്ണിന്റെ വിനിയോഗ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിട്ടില്ല. നാലാഞ്ചിറ വയലരികം റോഡിൽ ഓട നിർമ്മാണത്തിന് 189.85 MQ മണ്ണ് കുഴിച്ചെടുത്തു. 152.96 MQ മണ്ണ് എന്തു ചെയ്തു എന്ന് വിവരവുമില്ല. ആനന്ദമല്ലീശ്വരം റോഡ്, ബാലൻ വൈദ്യർ SN നഗർ റോഡ് റീടാറിംഗ്, ഉള്ളൂർ അർച്ചന നഗർ, മിച്ചഭൂമി പാലം റോഡ്, EK നായനാർ റോഡ്, ജനശക്തി നഗർ റോഡ് റീടാറിംഗിലും സമാന ക്രമക്കേട് കണ്ടെത്തിയെന്നാണ് റിപ്പോർട്ടിലുള്ളത്. ഭിന്നശേഷിക്കാർക്ക് വിതരണം ചെയ്യാനായി സൈഡ് വീൽ ഘടിപ്പിച്ച് ട്രൈ സ്കൂട്ടർ വാങ്ങിയത് സർജിക്കൽ ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്ന വഞ്ചനാട് സർജിക്കൽ എന്ന സ്ഥാപനത്തിൽ നിന്നാണ് കണ്ടെത്തിയത്. ഇത്തരത്തിൽ തിരുവനന്തപുരം നഗരസഭയിൽ നടത്തിക്കൂട്ടിയ ക്രമക്കേടുകളെല്ലാം പുറത്തു വരുമ്പോൾ ഉത്തരം പറയേണ്ടി വരിക ഇനി ആര്യ രാജേന്ദ്രനും ഭരണം നടത്തിയ ഇടത് സർക്കാരുമാണ്.